കുഞ്ഞുങ്ങളെ ചോദ്യം ഇതാണ്. 30 സാധനങ്ങളുടെ വാങ്ങിയ വിലയും n സാധനങ്ങളുടെ വിറ്റ വിലയും തുല്യമാണ്. 25% ലാഭമാണ് ഇവിടെ ഉണ്ടായതെങ്കിൽ എന്നിൻ്റെ വാല്യൂ എത്രയാണ്, ആ കൗണ്ട് എത്രയെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഷോർട്ട് കട്ടിൽ അങ്ങ് പറഞ്ഞോട്ടെ. 30 സാധനങ്ങളുടെ വാങ്ങിയ വില. അപ്പം ഞാൻ 30 എന്ന കൗണ്ടിനെ 100% എന്ന് അസ്യൂം ചെയ്യുക. നമുക്കറിയേണ്ടത് n സാധനങ്ങളുടെ വിറ്റ വിലയ്ക്ക് തുല്യമായി വന്നപ്പോൾ എത്ര ലാഭം കിട്ടി? 25% ലാഭം കിട്ടി. ഈ 25% ലാഭത്തിനെ നമ്മൾ എങ്ങനെയാണ് എഴുതാറുള്ളത്? 100 ഉണ്ടായിരുന്നു, 25% ലാഭം കൂടി വന്നു. അറ്റ് പ്രസൻറ്റ് എത്ര ഉണ്ട്? 125% ഉണ്ട്. ലാഭത്തിനെ 100 കൂട്ടി എഴുതുക, നഷ്ടത്തിനെ 100 നിന്ന് കുറച്ചെഴുതുക. അപ്പം ഞാൻ ഇവിടെ എഴുതി വെക്കുന്നു 125%. ഓക്കെ ആണോ? ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ 30ഉം എന്നുമൊക്കെ ഇവിടെ പറയുന്ന ഈ 30ഉം എന്നും ഒക്കെ കൗണ്ടാണ്, വിലകളൊന്നുമല്ല. കൗണ്ട് ആയതുകൊണ്ട് തന്നെ ഇവിടെ കയറി ക്രോസ് മൾട്ടിപ്ലൈ ഒന്നും ചെയ്യരുത്, ഡയറക്റ്റ് മൾട്ടിപ്ലിക്കേഷനിലേക്ക് പോവുക. എന്ന് പറഞ്ഞാൽ ഇവരെ തമ്മിൽ ഗുണിക്കുക, താഴെയുള്ള വില കൊണ്ടങ്ങ് ഹരിക്കുക. അപ്പോൾ നമുക്കൊന്ന് പ്രൊസീഡ് ചെയ്യാം. ഞാൻ പറഞ്ഞ സ്റ്റെപ്പുകൾ ഇതൊക്കെയാണ്. 30 ഗുണം 100 ഡിവൈഡഡ് ബൈ താഴെ ആരാ ഉള്ളത്? 125. നമുക്ക് എന്നിൻ്റെ വില ഇത് സോൾവ് ചെയ്താൽ കിട്ടും. ക്ലിയർ ആണല്ലോ? ഇവിടെ ഒന്ന് ക്യാൻസലേഷൻ നടത്താം. എത്ര വെച്ച് വെട്ടാം? 25 വെച്ച് ഇവരെ രണ്ടുപേരെയും വെട്ടട്ടെ. 100നെ 25 വെച്ച് വെട്ടുമ്പോൾ 4 ആണ്, 125നെ 25 വെട്ടുമ്പോൾ 5 ആണ്. അപ്പോൾ എത്രയാണ് കിട്ടുന്നേ? 30 ഗുണം 4 120 ഭാഗം 5. 120നെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര? 24. അപ്പോൾ ഈ ചോദ്യത്തിൽ എന്നിൻ്റെ വില എത്ര എന്ന് ചോദിച്ചാൽ 24. 30 സാധനങ്ങളുടെ വാങ്ങിയ വിലയും 24 സാധനങ്ങളുടെ വിറ്റ വിലയും തുല്യമാകുമ്പോഴാണ് നമുക്ക് 25% ലാഭം കിട്ടുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, താങ്ക് യു.